എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ കണ്ടുവരുന്ന വളരെ മനോഹരമായ ഒരു കലാപരിപാടിയാണ് മറ്റുള്ളവരെ അഭിനന്ദിക്കൽ. അതാരെ? ഒരേ പ്രവൃത്തി ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഭാര്യയെ നാം മറന്നു പോകുന്നു. നമുക്ക് വേണ്ടി മാത്രം ജീവിതം പണയം വെക്കുന്ന, ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ത്യാഗസമ്പന്നയായ ആ പാവ സ്ത്രീയെ മറന്നിട്ട് ഒരു അന്യൻ്റെ ഭാര്യ അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ആരെങ്കിലും അതേ കാര്യം ചെയ്യുമ്പം അവരെ വാഴ്ത്തിപ്പാടുന്നു. അതിനൊക്കെ നമ്മൾ വളരെ ഭയങ്കര ബഹുമാനത്തോടെ, വളരെ ആദരവോടെ അത് ഓർക്കുന്നു, അവരോട് അങ്ങനെ പെരുമാറുന്നു. പലപ്പോഴും നാം ചെയ്യാറുള്ളൊരു വലിയ തെറ്റാണത്. അവരെ അഭിനന്ദിക്കാം, പക്ഷെ അതേപോലെ നമ്മുടേതാണല്ലോ, അത് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം. എൻ്റെ ഭാര്യയെ ഞാൻ ഇതിനെ അഭിനന്ദിക്കണം. അതുപോലെ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറില്ല. അതേസമയത്തൊന്ന് മോശമായി ഞാൻ എടുത്ത് കാണിക്കും. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത്, എൻ്റെ ഭാര്യ എപ്പോഴും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത് മോശമായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം പറയുക. അതിൽ ഒരു നന്മ കണ്ടിട്ടാണ് ഒരു പക്ഷേ പറയുന്നുണ്ടാവുക. പക്ഷെ അത് കേൾക്കുന്ന വ്യക്തിയിലുണ്ടാകുന്ന ഒരു ഭാവചലനങ്ങൾ, മാനസിക സഞ്ചാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, മാനസിക വേദന മനസ്സിലാക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഇതൊക്കെ ഒരുക്കി വന്നിട്ട് അവസാനം അങ്ങനെ ഒരു പഴിചാരൽ കേൾക്കേണ്ടി വരുന്ന ആ ഒരു ഹതഭാഗ്യയായ സ്ത്രീ സ്വന്തം ഭാര്യയാണ് എന്ന് കരുതി കേട്ടുകൊള്ളണം നിർബന്ധമില്ല. അത് അമ്മയായാലും മകളായാലും നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അഭിനന്ദനമില്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിലും അഭിനന്ദിക്കാൻ നമ്മൾ മറന്നാലും ഒരു കുറ്റപ്പെടുത്തൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ നമ്മളൊരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മൾ ആ സത്യസന്ധമായിട്ട് തോന്നിയത് പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? ഞാനല്ലേ പറയേണ്ടത് എന്നുള്ള തോന്നലാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ പലപ്പോഴും അവരത് എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഒരുപക്ഷെ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ, എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നെങ്കിൽ, ഒരേ പ്രവൃത്തിക്ക് ഒരേ തരത്തിലുള്ള അഭിനന്ദനങ്ങൾ നൽകാൻ നമ്മൾ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ മാനസിക വ്യതകളൊക്കെ കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു. സോ നമുക്കതൊരു അത്ര പ്രാധാന്യമുള്ള കാര്യമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഇനിയത് ഓരോ കാര്യങ്ങളും വീട്ടിൽ നടക്കുമ്പോഴും നമ്മൾ ആ രീതി ചിന്തിക്കുക, അഭിനന്ദിക്കണം. പക്ഷേ അതുപോലെ തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് മറ്റുള്ള സ്ത്രീകളെ അഭിനന്ദിക്കാതിരിക്കുക. മൗനമുണ്ടായാലും കുഴപ്പമില്ല. ഇത് ശ്രദ്ധിച്ചാൽ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം.